ഇതില്ലേ ഒരു സർപ്രൈസിലെ വല്ലാത്തൊരു ട്വിസ്റ്റിന്റെ കഥയാണ്. ഇന്ന് സ്കൂൾ വിടുമ്പം വാവാച്ചിനെ ലൊലൂലിയും അവിടെ പോയി കൂട്ടിയിട്ട് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോണതാണ് ഈ കാണുന്നത്. ഞങ്ങളടുത്തപ്പത്തിനും സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ ഇതാ ഓടിതാ എന്തോ ഒരു രീതിയിലാണ് അവിടുന്ന് കഴിച്ചിലായി. എന്നിട്ട് ഓല തപ്പി ഞങ്ങൾ ഉള്ളോട്ടേക്ക് പോവാം. പക്ഷെ സ്കൂളിന് ചുറ്റും നടന്നിട്ടും ഓല കാണുന്നില്ല. എല്ലാ സൈഡിൽ കൂടി നമ്മൾ വന്നു നോക്കി. ഇത് വലിപ്പം എവിടെ ഇപ്പൊ സ്കൂൾ പോയില്ലേ അങ്ങനത്തെ വരെ സംശയത്തിൽ. അവിടുത്തെ മക്കളാണെങ്കിലോ ഞങ്ങളെ കാണുമ്പോൾ ഇത് പാരാ എന്നുള്ള രീതിയിൽ അന്തം വിട്ട പെരിച്ചായനെ പോലെ ഞങ്ങളെ നോക്കണം. ഓല പറഞ്ഞും കാര്യമില്ല. കാരണം ഞങ്ങളെ മുഖത്ത് അമ്മാരി എക്സ്പ്രഷൻ ആയിരുന്നു. കാരണം രാവിലെ സ്കൂൾക്ക് പറഞ്ഞ ആൾക്കാരെ സ്കൂളിൽ കാണുന്നില്ല. അപ്പൊ നമ്മൾ ടെൻഷൻ ആവുമല്ലോ. എന്നിട്ട് അവിടെ പോയി ടീച്ചറോടൊക്കെ ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞോളൂ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം കുറച്ചൊക്കെ ഒരു സമാധാനമായി. എന്തായാലും സർപ്രൈസ് കൊടുക്കാൻ വന്ന ഒരാൾക്ക് ഈ ഒരു ഗതി വരുത്തല്ലേ പഠിച്ചോനെ എന്നാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെ തെരച്ചിൽ നിർത്തി ഇനി സ്കൂളിന്റെ പുറത്ത് പോയി കാത്തിക്കാന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോഴാണ് എന്ത് സംഭവം, എന്താ ട്വിസ്റ്റ് എന്താണെന്നറിയോ? അങ്ങനെ തിരിച്ച് വണ്ടിയിലേക്ക് പോയി ഇരിക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ആര് വണ്ടിയിൽ ഈ രണ്ടാൾക്കാർ ഇതാ വണ്ടി കയറിയിരിക്കുന്നു. എന്താല്ലേ ചെയ്യുക? ഈ സർപ്രൈസ് കൊടുക്കാൻ പോയി ഞങ്ങളൊരു അവസ്ഥ നിങ്ങൾ നോക്കണം. മര്യാദയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ അറിയില്ലെങ്കിൽ ഇതങ്ങനെ ഉണ്ടാവും. നിങ്ങളെ കൂട്ടുകാരല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് സർപ്രൈസ് തരാം. എങ്ങനെ ഇരിക്കണം?